നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഈ അടുത്ത് എൻ്റെ ക്ലിനിക്കിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ചാണ്. ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ ഉടനെ വന്നതാണ് എന്നെ കാണാനായിട്ട്. ഭയങ്കര പുളിപ്പ്, പല്ലിന് അതിഭീകരമായിട്ടുള്ള പുളിപ്പും അവിടെ ഇവിടെയൊക്കെ വേദനയുണ്ട് ഡോക്ടർ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. മാരേജ് അപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ പതിവ് പോലെ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്തു, എക്സ്റേ എല്ലാം എടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എക്സാമിൻ ചെയ്തപ്പോൾ പല്ലിൻ്റെ മുകളിലൊക്കെ വെളുത്ത പാടുകൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇതെങ്ങനെയത് സംഭവിച്ചത്, ഈ പുളിപ്പും പ്രശ്നങ്ങളൊക്കെ എപ്പോഴാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കല്യാണത്തിന് മുമ്പായിട്ട് ഞാൻ ഒരു പരസ്യം കണ്ടിട്ട് ഞാൻ ഓൺലൈൻ ഒരു സാധനം വാങ്ങി പല്ല് വെളുപ്പിക്കാനായിട്ട്. എൻ്റെ പല്ലിന് നിറം കുറവാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു സാധനം ഞാൻ ഓൺലൈൻ വാങ്ങി. എന്നിട്ട് അവരതിൽ തന്നിരുന്ന ഓൺലൈൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഞാനത് അപ്ലൈ ചെയ്ത് പല്ല് ആദ്യത്തെ ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരല്പം വെളുത്ത പോലെയൊക്കെ തോന്നി. പിന്നെ ഞാനത് ഒന്നുകൂടെ വെളുക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കുറച്ചുകൂടെ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് അവർ തന്ന ഒരു തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള ജെല്ലം ഒക്കെ വെച്ചിട്ട് ഒരു സാധനം പല്ലിൻ്റെ മുകളിലൊക്കെ ഒട്ടിച്ച് വെച്ച് അങ്ങനെയാണ് ഞാൻ രാത്രി കിടന്നിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പല്ലൊക്കെ പൊളിക്കാൻ തുടങ്ങി. അതോടുകൂടി ഞാനത് വിട്ട് കളഞ്ഞു. പിന്നെ ഞാൻ ഒരു കണക്കിന് കല്യാണം കഴിയുന്നവരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഡോക്ടറെ വന്ന് കാണുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം ഞാൻ ചോദിച്ചു, ഇത് എന്തുകൊണ്ടാണ് ഒരു ഡോക്ടറെ കണ്ടിട്ട് ചെയ്യേണ്ടിയിരുന്ന കാര്യം നിങ്ങൾ എന്തിനാ സ്വയം ചെയ്യാൻ പോയേ? അതല്ല ഡോക്ടർ, അത് ചിലവ് ചുരുക്കാനും, പിന്നെ ഞാനൊരു അടുത്തുള്ളൊരു ക്ലിനിക്കിൽ ഞാൻ അപ്പോയിൻമെൻറ്റ് ചോദിച്ചപ്പോൾ അവർ അപ്പോയിൻമെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പരസ്യം കണ്ടപ്പോൾ ഞാൻ അതിൽ വീണു പോയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ബേസിക്കലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ഓൺലൈനായിട്ട് ഇങ്ങനെ ഒരുപാട് സംഗതികൾ കിട്ടും. പല്ല് അലൈൻ ചെയ്യാനും പല്ല് വെളുപ്പിക്കാനും പല്ലിൻ്റെ ആകൃതി മാറ്റാനും എന്നൊക്കെ പറഞ്ഞ് പല സംഭവങ്ങൾ കിട്ടും. ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ ശരീരമാണ്. ആ ശരീരം വെച്ച് നമുക്ക് കളിക്കാൻ ഇവിടെ നിർവാഹമൊന്നുമില്ല. അതിൽ വെച്ച് നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിവരം അറിയും, ഈ കുട്ടി അറിഞ്ഞ പോലെ. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്, ഈ കുട്ടി എങ്ങനെയോ ഒരു ജെല്ലോ എന്തോ വാങ്ങി, ഓൺലൈൻ വാങ്ങി, ഇത് അപ്ലൈ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് വേറൊരു സാധനമൊക്കെ വെച്ച് ഇത് സെക്യൂർ ചെയ്തു. ഇത് കഴിഞ്ഞത് പ്രോബ്ലം ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഓടി വന്നു. ഭാഗ്യത്തിന് ഞാനത് കറക്റ്റ് ടൈമിന് അത് കണ്ടുപിടിച്ചു. അത് ഇനാമൽ മുഴുവൻ ഡീകാൽസിഫൈഡ് ആയി പോയിരുന്നു. അതായത് വളരെ അമിതമായിട്ടുള്ള ഒരു അസിഡിക് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഉപയോഗിച്ച് അത് വെളുപ്പിക്കാനായിട്ട് ശ്രമിച്ച് ആ ഇനാമൽ തന്നെ ഡീകാൽസിഫൈഡ് ആയിട്ട് അത് മുഴുവൻ പൊടിഞ്ഞു പോകുന്നൊരവസ്ഥ വരെ എത്തി. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അതിൻ്റെ റിക്കവറി ട്രീറ്റ്മെൻറ്റിനുള്ള പ്രോട്ടോക്കോൾ നമ്മൾ തുടങ്ങിയിരിക്കുക. ഇത്രയും ചെറുപ്പം പെൺകുട്ടി ആയതുകൊണ്ട് വേറെ ക്രൗണോ വെനിയറോ ഒന്നും ഇല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു നോട്ടത്തിലാണ്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരിക്കലും ഡോക്ടറെ കാണാതെ സ്വന്തം ചികിത്സയ്ക്ക് പോകരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപകടമാണ്. നിങ്ങൾ തന്നെ അതിനു വേണ്ടി നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. നിങ്ങളാകെ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.